ரம்பம்பம் ஆரம்பம் பம் 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 பேரிம்பம் ரம்பம்பம் ஆரம்பம் பம் 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 பேரிம்பம் 7-8 நாட்களாச்சு கண்ணே உன் மீது ஏக்கம் கொண்டு தூங்கவில்லை கண்ணே 7-8 நாட்களாச்சு கண்ணே உன் மீது ஏக்கம் கொண்டு தூங்கவில்லை கண்ணே ராகுகாலம் ஓடி போச்சு ராஜயோகம் கூடி போச்சு ரம்பம்பம் ஆரம்பம் பம் 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 பேரிம்பம் ரம்பம்பம் ஆரம்பம் பம் 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 பேரிம்பம் நேரம் வந்தாச்சு நானும் நட்டாச்சு காதல் கொடு சூடும் உண்டாச்சு மூடும் உண்டாச்சு கையப்பிடு 1 o'clock 2 o'clock கண் முழிச்சு பின்னாடி 3 o'clock 4 o'clock கைப்பிடிச்சு 5 o'clock 6 o'clock ராக் இருக்கு அம்மாடி 7 o'clock 8 o'clock கிக் இருக்கு வேலை தோறும் நீலை வேற என்ன வேலை வள்ளி கூட பாடம் என்ன சொல்ல வேண்டும் ரம் பம் பம் ஆரம்பம் பம் 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 பேரிம்பம் ரம் பம் பம் ஆரம்பம் பம் 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 பேரிம்பம் 7-8 நாட்களாச்சு கண்ணே உன் மீது ஏக்கம் கொண்டு தூங்கவில்லை கண்ணே 7-8 நாட்களாச்சு கண்ணே உன் மீது ஏக்கம் கொண்டு தூங்கவில்லை கண்ணே ராகுகாலம் ஓடி போச்சு ராஜயோகம் கூடி போச்சு ரம்பம்பம் ஆரம்பம் பம் 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 பேரிம்பம் ரம் பம் பம் ஆரம்பம் பம் 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 பேரிம்பம் தாளம் தட்டாமல் மேளம் என்னாகும் விட்டு கொடு பாவம் கெடாமல் பாட்டு கொண்டான விட்டு கொடு 1 o'clock 2 o'clock கண் முழிச்சு பின்னாடி 3 o'clock 4 o'clock கைப்பிடிச்சு 5 o'clock 6 o'clock ராக் இருக்கு அம்மாடி 7 o'clock 8 o'clock கிக் இருக்கு சக்க போடு போடு வக்க மேளத்தோடு தொட்ட பின்பு நயங்கு விட்டதாரு ரம்பம்பம் ஆரம்பம் பம் 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 பேரிம்பம் ரம் பம் பம் ஆரம்பம் பம் 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 பேரிம்பம் 7-8 நாட்களாச்சு கண்ணே உன் மீது ஏக்கம் கொண்டு தூங்கவில்லை கண்ணே 7-8 நாட்களாச்சு கண்ணே உன் மீது ஏக்கம் கொண்டு தூங்கவில்லை கண்ணே ராகுகாலம் ஓடி போச்சு ராஜயோகம் கூடி போச்சு ரம்பம்பம் ஆரம்பம் பம் 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 பேரிம்பம் ரம் பம் பம் ஆரம்பம் பம் 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 பேரிம்பம் ரம்பம்பம் ஆரம்பம் பம் 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 பேரிம்பம் ரம் பம் பம் ஆரம்பம் பம் 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 பேரிம்பம் ரம்பம்பம் ஆரம்பம் பம் 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 பேரிம்பம் ரம் பம் பம் ஆரம்பம் பம் 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 பேரிம்பம் ரம்பம்பம் ஆரம்பம் பம் 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 பேரிம்பம் ரம் பம் பம் ஆரம்பம் பம் 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 பேரிம்பம் Super. Arju and Anaka സൂപ്പർ ആയിരുന്നു വീട്ടില് എന്താ എനർജി രണ്ടുപേർക്കും പിന്നെ ഡാൻസ് ഒക്കെ സൂപ്പർ ഒരുപോലെ നന്നായിട്ട് കളിച്ചു ലാസ്റ്റ് മൊത്തത്തിൽ അങ്ങ് ആവേശം കയറി വട്ടായല്ലോടാ ലാസ്റ്റ് എന്തായിരുന്നു ആ സാധനം അതിനോട് അനക കാണിക്കാൻ വേറെ സ്റ്റെപ്പ് കൂടി ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ സ്റ്റെപ്പ് പറഞ്ഞെടുത്തെന്താ ആ ഒരു ഇത് കിട്ടാണ് അവൻ വോയിസ് ഇങ്ങനെ മോഡുലേറ്റ് ചെയ്തിട്ടല്ലേ പാടുന്നേ അപ്പൊ ഞാൻ വിചാരിച്ചു അവനൊന്ന് ഇങ്ങനെ ആക്കിക്കോട്ടെ അപ്പൊ അവനൊരു എനർജി വരും എന്തായാലും സൂപ്പർ ആയിരുന്നു അടിപൊളിയായിരുന്നു MG സർ ഓ ഈ റൗണ്ട് പൊളിച്ചു രക്ഷയില്ല കേട്ടാ അതെ അവരെ രണ്ടുപേരും തകർത്ത്
താങ്ക് യു സർ. സൂപ്പർ ആയിരുന്നു. താങ്ക് യു സർ. കാരണം വേറൊന്നുമല്ല, നിങ്ങളുടെ എന്താ ആറ്റിറ്റ്യൂഡ്, അതാണ് നല്ല സെലക്ഷൻ. അസലായിട്ട് പാടിയിട്ട് ബ്യൂട്ടിഫുൾ. പാട്ടിനകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓട്ടം ഇത്തിരി താളത്തിലല്ലാതെ അങ്ങോട്ട് ഇത്തിരി ഒരു റണ്ണിങ് ഉണ്ട്, ഒരു ചെറിയ ഓട്ടമുണ്ട്, സാരമില്ല. എന്നാലും നിങ്ങളുടെ ആക്ഷൻസ് അതിനൊരു വലിയ കേടിയായിരുന്നു. സൂപ്പർ സൂപ്പർ സൂപ്പർ. അത് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം. അവസാനം ഇവിടുന്ന് അണ്ണാച്ചി പറയുന്നത് കേട്ടു, നിങ്ങൾ മമ്മൂട്ടിയായോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പുതിയ പുതിയ സ്റ്റെപ്പൊക്കെ. അപ്പം നമുക്ക് നമ്മുടെ കൊറിയോഗ്രാഫേഴ്സൊക്കെ ഇനിയിപ്പോൾ നിങ്ങളുടെ ഇതൊക്കെ നോക്കും. കാരണം പുതിയതായിട്ട് എന്തെങ്കിലും അവർക്ക് കിട്ടുമോന്ന് ഇതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും, അതൊരു പുതുമയായിരിക്കും. എന്തായാലും ഗംഭീരമായിരുന്നു. താങ്ക് യു സർ. മനോഹരമായിരുന്നു. പിന്നെ Thank you, sir. SPBയുടെ കുറെ സംഗതികളൊക്കെ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അറ്റംപ്റ്റ് ഈസ് ഗുഡ്. ഒരിക്കലും അദ്ദേഹം ആകാൻ പറ്റത്തില്ല. എന്തായാലും ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ആത്മാവിന് പ്രണാമം. കാരണം വേറൊന്നുമല്ല, അയ്യോ സച്ച് എ ജീനിയസ് പേഴ്സൺ. കാരണം എത്ര പാട്ടുകളാണ്. ഞാൻ ഈ ഊട്ടിപ്പട്ടണം പോട്ടിക്കെട്ടണം എന്നൊരു പാട്ടില്ലേ, അത് പാടാൻ നേരത്ത് കോതണ്ടപാണി സ്റ്റുഡിയോയിലാണ്, ലൈവ് റെക്കോർഡിംഗ് ആണ്. അപ്പുറത്ത് ഞാൻ, ഇപ്പുറത്ത് മെയിൻ ബൂത്തിൽ SPB സാർ, ഇപ്പുറത്ത് ചിത്ര. ചിത്രയ്ക്ക് ശകലമേ ഉള്ളൂ, എന്തോ ശരിയെ പഞ്ചർ ഡേഞ്ചർ എന്നോ രണ്ട് പറഞ്ഞ ഒരു സ്ഥലമേ ഉള്ളൂ. അയ്യോ സാറ് വന്ന് നമ്മൾ പഠിച്ചു ബാക്കിയിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, എന്തായാലും എനിക്ക് വേണം ഒരു 2-3 നമ്പറൊക്കെ. അങ്ങനെ വിട്ടുകൊടുക്കരുതല്ലോ. തട്ടിക്കയറിയ തന്തയും മോനും ഒക്കെ ഒരുപോലെ എന്നുള്ള രീതിയിൽ നിന്ന് അങ്ങോട്ട് ഇദ്ദേഹം അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല. അത് മറ്റേ ഊട്ടിപ്പട്ടണം പൊട്ടിക്കെട്ടണം സൊന്നാവാടാ സിംഗക്കെട്ടല് സുമ്മാ ഇരുട്ടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരുന്ന് പോയി. സത്യത്തില് അവസാനം ലാസ്റ്റിൽ കൊണ്ടെടുത്ത ഒരു ചിരിയും എന്ന് വേണ്ട. അതിനിടെ 300 സംഗതിയൊക്കെ ഇട്ട് ഞാൻ തെറിച്ചു പോയി, ഒരു രക്ഷയില്ലാതെ. പക്ഷേ അതിൻ്റെ ഇടയിലൊരു അകാരമാണ്, അത് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എനിക്ക്. ഇത് കഴിഞ്ഞു വന്ന് ഇത് കേൾക്കാൻ നേരത്ത് മൊത്തത്തിൽ എല്ലാവരും വരും ഈ പാട്ട് കേൾക്കാൻ. സാറ് വന്നിട്ട് എന്നെ തട്ടിയിട്ട് പറഞ്ഞു, SPB സാർ നന്നായിരിക്കടാ. ആ പറയാനുള്ള മനസ്സുണ്ടല്ലോ. എന്നാൽ സ്കോർ ചെയ്ത് പാടിയിരിക്കുന്ന അദ്ദേഹം എക്സ്പ്രഷൻ വൈസ് ബാക്കിയെല്ലാം പല നമ്പേഴ്സ് അദ്ദേഹമാണ്. പക്ഷെ ഞാനൊരു ചെറിയ സംഗതിയെ പാടിയുള്ളൂ. എൻ്റെ കയ്യിൽ ആലോചിച്ചിരുന്ന എല്ലാം മറന്നുപോയി. കാരണം പല സ്ഥലങ്ങളിലും ഞാൻ ചുവന്ന മഷിയിട്ട് മാർക്ക് ചെയ്യും, ഇവിടെ ചിരിക്കണം, ഇവിടെ ഇത് ചെയ്യണം, അത് ചെയ്യണം, സകലതും പോയി, കയ്യിൽ നിന്ന് പോയി. പക്ഷെ അത് ആ ഒരു മനസ്സും കൂടെ അദ്ദേഹത്തിനുണ്ട്. എന്തായാലും അടിച്ചു പൊളിച്ചു. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക പിള്ളേരെ സർ. കാലയ്ക്ക് താങ്ക് യു സർ. ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ പാട്ടിന് മെയിനായിട്ട് വേണ്ടത്. പിന്നെ കുറേ ക്രൊമാറ്റിക്സ് ഇങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അത് മാത്രം ചെറിയ 1-2 സ്ലിപ്പായി. പിന്നെ താളം സ്പെഷ്യലി എനിക്കൊന്ന് മറ്റേ ഋതം ഇല്ലാതെ വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ മാത്രം ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. ബാക്കി അതർവൈസ് നന്നായിട്ട് തന്നെ പാടി. നല്ല എനർജി ഉണ്ടായിരുന്നു നിങ്ങളുടെ. എനിക്കൊന്ന് അർജുൻ കുറച്ച് പല്ലവി കഴിഞ്ഞപ്പോൾ തന്നെ അർജുൻ ടയർഡായി. പക്ഷെ നിങ്ങൾ ഒപ്പിച്ചു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരുടെ ആക്ടിവിറ്റീസ് നല്ല രസമുണ്ടായിരുന്നു. ഇത് എവിടുന്ന് വന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിനിടയിൽ മമ്മൂക്ക കയറി എങ്ങനെ എവിടുന്ന് വന്നു എന്നുള്ളത് മാത്രം. അത്രേ ഉള്ളൂ. നന്നായിട്ട് തന്നെ പാടി. കുറച്ച് ചളുക്കൾ അവിടെ ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ടോട്ടലി ആ ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. രണ്ടുപേരും നിങ്ങളുടെ 100% കൊടുത്തിട്ടുണ്ട്. അർജുൻ കുറച്ചൊന്ന് ടയർഡായി എന്ന് മാത്രം. എനിക്ക് അനക്കെയാണ് കുറച്ച് ടെമ്പോ ഒന്ന് സ്ലിപ്പാകുന്ന പോലെ ഫീൽ ചെയ്തത്. നിങ്ങൾ രണ്ടുപേരും നല്ലൊരു കിടുക്കാച്ചി പാട്ടെടുത്തോണ്ട് വന്ന് ഒരുവിധം ന്യായമായിട്ട് തന്നെ പാടി. അതിൽ കുറേ സന്തോഷം. താങ്ക് യു സർ. എന്തൊരു പാട്ടായത്, എൻ്റെ ദൈവമേ. ഞാനിപ്പോൾ അണ്ണൻ പറഞ്ഞ പോലെ ഞാൻ ബാലുവണ്ണനെ ആലോചിച്ചിട്ടിരിക്കുകയായിരുന്നു. അത് ഒരു ജന്മം. അപ്പം എടാ ചക്കരെ, നീ എനിക്ക് ആ മറ്റേ ഈ അതിൻ്റെ പല്ലവി എൻ്റെ ഒന്ന് പാടി കേൾപ്പിക്കാമോ? രാഗകാലം ഓടിപ്പൊച്ചു രാജയോഗം കൂടിപ്പോച്ചു റംബം കൂടിപ്പോച്ചു റംബം കൂടിപ്പോച്ചു റംബം കൂടിപ്പോച്ചു റംബം കൂടിപ്പോച്ചു റംബം കൂടിപ്പോച്ച്. അത് കൂടിപ്പോച്ച് 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 റംബം. അത് കണക്റ്റഡ് ആയിട്ട് പാടിക്കണം, അത്രേ ഉള്ളൂ. കൂടിപ്പോച്ചു റംബം കൂടിപ്പോച്ചു കൂടിപ്പോച്ച്. ഓക്കെ, വെരി ഗുഡ്. നല്ല കച്ചേരി. അപ്പൊ എനിക്ക് പിന്നെ മനസ്സിലാവാത്ത വേറൊരു കാര്യം,
നിന്റെ പേരിൻപം അതെന്തായിരുന്നത്? ഒരു മരിക്കുന്നതിന് തൊട്ടു മുമ്പൊക്കെ ഞാനിപ്പോ കാറ്റുപോയി. അതെന്തായിരുന്നത്? പേരിൻപം പേരിൻപം ഇപ്പോഴും എന്തോ പോലെ ഇരിക്കുന്നു. എറിയവനെ എത്രോ തരം ഞാൻ വിചാരിച്ചു നിനക്കെന്തോ അസുഖമായെന്ന്. അത് നോക്കണം. അത് പാടിക്കേ. நேரம் வந்தாச்சு நானும் நட்டாச்சு காதல் கொடி കാതൽ കൊടി കൊടി காதல் கொடி കൊടി അത് വേണ്ട. കൊടി கொடி തീരം പരത്തരീരത്തരത്തീത്തരാവ് கொடி സാധനം വരുന്നത്. അപ്പൊ അത് ശരിയായിക്കണം. അതുപോലെ തന്നെ ഈ പൊടിയും അതേ ഏരിയ തെറ്റിച്ചിട്ടുണ്ട്. പൊടിയൊന്ന് പാടിക്കേ. താളം തട്ടാമൽ മേളം താളം തട്ടാമൽ മേളം തരത്ത ആ ഒരു തുള്ളല് വരട്ടെ പാടുന്നല്ലോ. താളം തട്ടാമൽ മേളം എന്നാകും വിട്ടുകൊട് വിട്ടുകൊട് വിട്ടുകൊട്. അതപ്പോ ആ നോട്ട് അത് അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യത്തില്ല. അതേ ഉള്ളൂ. പിന്നെ കുറച്ച് ഇച്ചിരി കൂടെ താളം പിടിക്കുക. ഇവനെ എന്തിനാണ് ആ വഴി തെറ്റിച്ചത് ഇങ്ങനെ മമ്മൂക്ക കാണിക്കാൻ പറഞ്ഞത്? അല്ല മമ്മൂക്കാനെ കണ്ടാ എന്ത് വിചാരിക്കും ഈ പാട്ടിന്റെ ഇടയ്ക്ക്? അതൊരു രസമായില്ലേ അപ്പം? അല്ല അത് കമലഹാസൻ സാറിന്റെ ഫിലിമല്ലേ? എന്നാ നീ നമ്മുടെ ലാലേട്ടനാവാത്ത എന്തായിരുന്നു? അവര് ഫ്രണ്ട്സ് ആണ്. ആ ശരിയാണ്, കമൽ സാറും മമ്മൂക്കയും ഫ്രണ്ട്സാണ്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ അത് ടാലിയായി. പക്ഷെ നീ നന്നായിട്ടുണ്ടായിരുന്നടാ. നിനക്കൊരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഡാൻസ്. നീ എവിടെ നോക്കി കാലേ നോക്കുന്നു, കയ്യാ നോക്കുന്നു, എന്നിട്ടങ്ങ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ രസമുണ്ടായിരുന്നു. ഞാൻ നിന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. സത്യം പറയാറ് ഞാൻ ഈ പൊടിയെ നോക്കിയിട്ടേ ഇല്ല. നീ സ്കോർ ചെയ്തത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ രണ്ടുപേരും. താങ്ക് യു സർ. ചേച്ചി അർജുൻ, അനഘ, മാം സൂപ്പർ. പേര് നല്ല സ്റ്റൈലായിട്ട് തുടക്കം മുതൽ അവസാനം വരെ ഡാൻസും ആറ്റിറ്റ്യൂഡും എല്ലാം പൊളിച്ചു. സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ആ ഫോർമേഷനും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്ത് ഡാൻസ് ചെയ്തതും ഒക്കെ രസമായിരുന്നു. അർജു കലക്കി. കഴിഞ്ഞ ഡേഞ്ചർ സോണിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായി. നല്ല ഇംപ്രൂവ്മെന്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പെർഫോമൻസിൽ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്വിങ്, ആ ഒരു ഫീൽ, ആ ഒരു പെർഫോമൻസിന്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ശരിക്കും അത് നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട് അർജുൻ. കീപ് ഇറ്റ് അപ്പ്. മോളെ അനഘ പാടുമ്പോൾ എനിക്ക് അത് കേൾക്കുമ്പോൾ റം പം പം എന്നാ കേൾക്കുന്നത്. റം പം പം അങ്ങനെ കട്ട് ചെയ്തിട്ടാ കേൾക്കുന്നത്. റംബം ആണ്. റംബം പല സ്ഥലത്തും അതിങ്ങനെ വേറിട്ട് നിന്നു. അപ്പൊ നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു സംഭവമാണല്ലോ എന്നുള്ളൊരു ഇതിലേക്ക് പോകും. ബാക്കിയൊക്കെ നന്നായിരുന്നു. ഒരു താളത്തിലൊരു എക്സൈറ്റ്മെന്റ്, ആ പെർഫോമൻസിന്റെ എക്സൈറ്റ്മെന്റിൽ ഒരു ചെറുതായിട്ട് ടെമ്പോ ഒക്കെ മാറിപ്പോകുന്ന പോലെയൊക്കെ തോന്നി എനിക്ക്. അപ്പം അത് ഒരു പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ വളരെ നന്നായിട്ടുണ്ട്. നല്ലൊരു സ്റ്റേജ് പെർഫോമൻസ് തന്നെ. പക്ഷെ സിംഗിങ് വൈസ് നമ്മൾ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഫൈൻനെസ് വരാനുണ്ട് പാടുന്നതിൽ. അല്ലാതെ ഗുഡ് ജോബ് മോളെ. നൈസ്. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ആദ്യം അർജുന്റെ മാർക്സ്. MG സർ 9. ഷാനിക്ക. അർജുനെ 8.9. ചേച്ചി I give you 9.2. Thank you. ശരത് സർ. Thank you, sir. ഓക്കെ സർ. ടോട്ടൽ 27.1. അർജു സൂപ്പർ. ഇനി തിരിച്ചു പോരുത് കേട്ടോ. ഇനി അടുത്തത് അനക്കയുടെ മാർക്ക്. MG സർ 8.8. താങ്ക് യു സർ. ഷാനിക്ക സെയിം 8.8. ചേച്ചി 8.8. ശരത് സർ. ഓക്കെ, സോ ടോട്ടൽ 26.4. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Bye bye. ബൈ.